Today we have to discuss about hybridization of atomic orbitals. So far we have discussed about two theories of bonding. They were VSEPR theory and valence bond theory. Today we have hybridization. It is actually an extension of valence bond theory and is introduced by Linus Pauling. What is the process of hybridization? Intermixing of atomic orbitals. They have different shape and different energy to produce new orbitals of approximately same shape and energy. ഒരേ ആറ്റത്തിൻ്റെ ഡിഫറൻറ്റ് ഷേപ്പും ഡിഫറൻറ്റ് എനർജിയുമുള്ള ആറ്റോമിക് ഓർബിറ്റലിനെ കൂട്ടിച്ചേർത്ത് ഒരേ ഷേപ്പും ഒരേ എനർജിയുമുള്ള പുതിയ ഓർബിറ്റൽസിനെ ജനറേറ്റ് ചെയ്യുന്ന പ്രതിഭാസത്തിൻ്റെ പേരാണ് ഹൈബ്രിഡൈസേഷൻ. എക്സാമ്പിൾ, ഒരാറ്റത്തിൻ്റെ ഒരു എസ് ഓർബിറ്റലും പി ഓർബിറ്റലും കൂടി ഹൈബ്രിഡൈസേഷൻ നടത്തിയാൽ, അതായത് ഇൻ്റർമിക്സിങ് നടത്തിയാൽ നമുക്ക് രണ്ട് പുതിയ ഓർബിറ്റൽ കിട്ടും. രണ്ടിൻ്റെയും പേര് എസ് പി എന്നാണ്. ആസ് ദ ഇൻവോൾവ് ഓർബിറ്റൽസ് ആർ എസ് ആൻഡ് പി. രണ്ട് എസ് പി ഓർബിറ്റൽ കിട്ടും. ഈ എസ് പി ഓർബിറ്റലിൻ്റെ ഷേപ്പ് രണ്ടും സെയിം ആണ്. സോ ദേ ഹാവ് സെയിം എനർജി ഓൾസോ. പക്ഷെ പങ്കെടുക്കുന്നതിൽ ഒരാൾ സ്പെറിക്കലി സിമ്മട്രിക്കലും ഒരാൾ ഡംബലുമാണ്. പക്ഷെ പ്രോഡക്റ്റ് രണ്ടും സെയിം ഷേപ്പും എനർജിയുമാണ്. ഇങ്ങനെ ഒരേ എനർജിയും ഒരേ ഷേപ്പുമുള്ള ഓർബിറ്റൽസ് കിട്ടാൻ വേണ്ടി നമ്മൾ മിക്സ് ചെയ്യുന്നതിൻ്റെ പേരാണ്, നമ്മളെന്ന് പറഞ്ഞുകൂടാ, ആറ്റങ്ങൾ അതിനെ മിക്സ് ചെയ്യുന്നതിൻ്റെ പേരാണ് ഹൈബ്രിഡൈസേഷൻ. ഇനി ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയൻ എന്താണ്? ദേ ഷുഡ് ഹാവ് ടു സാറ്റിസ്ഫൈ few criterion to have effective hybridization. First one, orbital should have comparable energy. Comparable energy, അതായത് 2s-ഉം 2p-യും തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്യാം. കാരണം അവർ തമ്മിൽ എനർജിയിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. 2s-ഉം 5p-യും തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്യാൻ കഴിയില്ല. കാരണം അവർ തമ്മിൽ എനർജിയിൽ ബിഗ് ഡിഫറൻസ് ആണുള്ളത്. അത് ഓഫ് പവർ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാവും. സോ ദേ ഷുഡ് ഹാവ് കമ്പയറബിൾ എനർജി ഓർ എനർജി ഷുഡ് ബി നിയർ ടു ഈച്ച് അതർ. സെക്കൻഡ് വൺ, ഓർബിറ്റൽ ഷുഡ് ഹാവ് സെയിം സിമ്മട്രി. സിമ്മട്രി സെയിം ആകണം എന്ന് പറഞ്ഞാൽ പി എക്സ് ഓർബിറ്റൽ ഹൈബ്രിഡൈസ് ചെയ്യുന്നത് പി എക്സ് ഓർബിറ്റൽ ആയിട്ട് തന്നെ ആയിരിക്കണം. തേർഡ് വൺ, ദേ ഓൾ ഷുഡ് ബി ഫ്രം സെയിം ആറ്റം. ഒരേ ആറ്റത്തിൽ നിന്നുള്ള ആറ്റോമിക് ഓർബിറ്റൽസ് ആണ് ഹൈബ്രിഡൈസേഷന് പോകേണ്ടത്. അതുപോലെ തന്നെ ദേ ഷുഡ് ബി ഫ്രം വാലൻസ് ഷെൽ. വാലൻസ് ഷെല്ലിൽ നിന്നുള്ള ഓർബിറ്റലായിരിക്കണം. ഇനി ചില സമയത്ത് ഇന്നർ ഷെല്ലിൽ നിന്നുള്ള, അതായത് പെനൾട്ടിമേറ്റ് ഷെല്ലിൽ നിന്നുള്ള ആറ്റോമിക് ഓർബിറ്റൽസിന് കൂടി പങ്കെടുക്കാം, അവർക്ക് എനർജി വാലൻസ് ഷെല്ലിനോട് സെയിം ആണെങ്കിൽ. അത് സാധാരണ സംഭവിക്കാറുള്ളതാണ്. അപ്പോൾ സെയിം സിമ്മട്രി വേണം, കമ്പയറബിൾ എനർജി വേണം, അതുപോലെ തന്നെ ഒരേ ആറ്റത്തിൽ നിന്നുള്ള ഓർബിറ്റലായിരിക്കണം. എല്ലാവരും വാലൻസ് ഷെല്ലിൽ നിന്നാണ് വരേണ്ടത്. അഥവാ വാലൻസ് ഷെല്ലിനോട് സമാനമായ എനർജി തൊട്ടു പിന്നിലുള്ള ഷെല്ലിൽ ഉണ്ടെങ്കിൽ അതുകൂടി പരിഗണിക്കാവുന്നതാണ്. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. എത്ര ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റിൽ കിട്ടി എന്ന് ചോദിച്ചാൽ, ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞാൽ നമുക്ക് എത്ര ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റിൽ കിട്ടി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഹൈബ്രിഡൈസേഷൻ ആണ്. ഹൗ മെനി ആറ്റോമിക് ഓർബിറ്റൽസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഹൈബ്രിഡൈസേഷൻ? ദി സെയിം നമ്പർ ഓഫ് orbitals are produced during the hybridization.
അതായത് ആറ്റത്തെ സംബന്ധിച്ച് നഷ്ടങ്ങളൊന്നും ഈ പ്രോസസ്സിലൂടെ ഉണ്ടാവില്ല. എത്ര ആൾ പങ്കെടുത്താലും അത്രയും ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റിൽ കിട്ടും. നേരത്തെ കണ്ടതാണ്, ഒരു എസ്സും ഒരു പിയും പങ്കെടുത്തപ്പോൾ നമുക്ക് 2 എണ്ണം കിട്ടി. അപ്പോൾ 2 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, 2 പേര് ജനറേറ്റ് ചെയ്തു. ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഹാവ് സെയിം ഷേപ്പ് ആൻഡ് എനർജി. ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞ് വരുന്ന ഓർബിറ്റലിന് സെയിം ഷേപ്പും എനർജിയുമാണ് ഉണ്ടാവുക. ദേ ഹാവ് ബെറ്റർ ഡയറക്ഷണൽ പ്രോപ്പർട്ടി compared to unhybridized orbital and they can make strong overlapping. Consider the overlapping of 2 p orbitals. അവരിങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. പക്ഷേ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റിൽ ഓവർലാപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റിൻ്റെ പ്രത്യേകത ഒരു ലോബ് ചെറുതും ഒരു ലോബ് വലുതുമായിരിക്കും. അങ്ങനെ പറഞ്ഞ അർത്ഥം എന്താണ്? ഒരു ലോബ് ചെറുത് ഒരു ലോബ് വലുതെന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണ ഒരു പി ഓർബിറ്റലിൽ ന്യൂക്ലിയസിന് ചുറ്റും ന്യൂക്ലിയസിൻ്റെ 2 സൈഡിലും ഇലക്ട്രോൺ അറേഞ്ച്മെൻറ്റ് ഏകദേശം ഈക്വലാണ്. 50% ഹിയർ, 50% ഹിയർ. പക്ഷേ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റിൽ ന്യൂക്ലിയസ് ഇവിടെയാണ്. 90% ഓഫ് ഇലക്ട്രോൺസ് ആർ ഓറിയൻറ്റഡ് ഇൻ വൺ ഡയറക്ഷൻ. ഓൺലി 10 or 5% ആർ ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ ഒരു ഭാഗത്തേക്കാണ്. അപ്പോൾ അവർ ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ 2 ന്യൂക്ലിയസുകൾക്കിടയിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവാണ്, ഇവിടെ അത് കൂടുതലാണ്. ഈ ന്യൂക്ലിയസുകൾക്കിടയിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഓവർലാപ്പിംഗ് വിൽ ബി മോർ സ്ട്രോങ് ആൻഡ് ബോണ്ട് വിൽ ബി വെരി സ്ട്രോങ്. And also they have better directional property. After getting hybridized, their orbitals should be oriented in a particular direction. From that direction, it is possible to predict the shape of the molecule. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് 2 പേരെ മാത്രമേ കിട്ടുന്നുള്ളെങ്കിൽ അവർക്കൊരു പ്രത്യേക ഡയറക്ഷനോട് അഫിനിറ്റി ഉണ്ടാവും. അവരുടെ അഫിനിറ്റി ഇങ്ങനെയാണ്, അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുക, ഓറിയൻറ്റ് ചെയ്യുക. അപ്പോൾ ഷേപ്പ് ലീനിയർ ആവും. 3 പേരുണ്ടെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? ദേ ക്യാൻ ഓറിയൻറ്റ് ടു ദി കോർണേഴ്സ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ ട്രയാങ്കിൾ പ്ലൈനാർ ആവും. സോ ഫ്രം ദി ഡയറക്ഷൻ ഓഫ് ദി ഹൈബ്രിഡ് ഓർബിറ്റൽ വി ക്യാൻ ഈസിലി പ്രെഡിക്ട് ദി ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾ. സോ ദിസ് തിയറി ഈസ് ഇഫക്റ്റീവ്ലി എക്സ്പ്ലെയിനിങ് ദി ഷേപ്പ് ഓഫ് മോളിക്യൂൾസ്. ലാസ്റ്റ് വൺ, പെയർഡ് ഇലക്ട്രോൺസ് can be able to participate in hybridization. Paired electron can also participate in hybridization. ഇനി ഹൈബ്രിഡൈസേഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കുകയാണ്. ആദ്യത്തെ ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവിങ് S and p orbitals. S and p orbitals only. There is no involvement from d orbital. It can be sp, sp2 or sp3. First case, it is sp. sp means hybridized orbitals are 1s and 1p. Consider the molecule beryllium chloride. ആരാണ് ഹൈബ്രിഡൈസേഷന് വിധേയനാവുക എന്നതിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞതാണ്. സെൻട്രൽ ആറ്റത്തിൻ്റെ ഓർബിറ്റൽസിന് മാത്രമേ ഹൈബ്രിഡൈസേഷൻ ഉള്ളൂ. ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത് സെൻട്രൽ ആറ്റം മാത്രമല്ലല്ലോ. ബോണ്ടിങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ ഒരു സെൻട്രൽ ആറ്റവും അതിന് ചുറ്റും നിൽക്കുന്ന ബാക്കിയുള്ള ഒരുപാട് ആറ്റങ്ങൾ ചേർന്നതാണ്. ഈ എക്സാമ്പിളിൽ സെൻട്രൽ ആറ്റം ബെറീലിയം എന്ന് പറയുന്ന ഒരാളും അതിനെ സറൗണ്ട് ചെയ്യുന്നത് 2 ക്ലോറിൻ ആറ്റങ്ങളുമാണ്. പക്ഷെ ഹൈബ്രിഡൈസേഷൻ ആർക്ക് മാത്രമേ കാണൂ? സെൻട്രൽ ആറ്റത്തിന് മാത്രമേ ഹൈബ്രിഡൈസേഷൻ്റെ ആവശ്യം ഉള്ളൂ. സെൻട്രൽ ആറ്റം നമ്മൾ എഴുതുന്നു ബെറീലിയം. അതിൻ്റെ വാലൻസ് ഷെൽ കോൺഫിഗറേഷൻ മാത്രം നമ്മൾ എഴുതുന്നു 2s2 2p0 2s2 2p0. ഈ ബെറീലിയത്തിന് എത്ര ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും എന്നതിൻ്റെ ഉത്തരം 0 എന്നാണ്. കാരണം ഇപ്പോൾ ബെറീലിയത്തിൽ എന്തില്ല? അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ല.
വാലൻസ് ബോണ്ട് തിയറിയിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എ കോവാലന്റ് ബോണ്ട് ഈസ് ഫോംഡ് ത്രൂ ദി ഓവർലാപ്പിംഗ് ഓഫ് ഹാഫ് ഫിൽഡ് ആറ്റോമിക് ഓർബിറ്റൽസ്. Here there is no half filled atomic orbitals, so we have no option to expect bonding. So to have bonding, one of the s electron should excite to p orbital. So beryllium in ground state like this, but in excited state it is 2s1 2p1. Then you just check the two orbitals. One it is s, 2s, and second is 2p. These two orbitals undergo hybridization. Both are coming from beryllium. Both are coming from valence shell of the beryllium. So they undergo hybridization. The orbitals are 1 s orbital and 1 p orbital. They hybridized to generate two hybrid orbitals of same shape and same energy. Its name is sp and this is also sp. അല്ലാതെ ഇത് എസ് ഇത് പി എന്ന് പറയരുത്. ആദ്യത്തെ എസും രണ്ടാമത്തെ പിയും എന്ന് പറയരുത്. രണ്ടും എസ് പി ആണ്. വി വിൽ ഗെറ്റ് 2 sp hybrid orbitals. They are 2 in number, so they will orient in opposite direction. Beryllium at the center, and they can orient in opposite direction. One here and one here. ഇതിനൊരു ചെറിയ ലോബ് കണ്ടല്ലോ. ആ ലോബ് വേണമെങ്കിൽ നമുക്കിവിടെ വരക്കാം, പക്ഷെ അത് നിർബന്ധമില്ല. കാരണം അവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവായതുകൊണ്ട് അവരൊരിക്കലും ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നില്ല. So beryllium hybridized its two orbitals s and p and produced 2 sp hybrid orbitals and oriented in opposite direction. Now beryllium is actually ready for bonding. Whom will come to bond with beryllium? Definitely our chlorine atom is ready to bond with beryllium. Chlorine configuration is 3s2. Configuration of chlorine is 3s2 3p5. Okay, so this is the half filled orbital. That is a p orbital. So chlorine bond with its p orbital. That is a normal p orbital. You never draw like a hybridized orbital. Both lobes should be same size. This is a normal p. So they will overlap with each other, and shape of the molecule will be like this. That is, shape is linear. This is same as predicted by VSEPR theory. അതുകൊണ്ട് ഹൈബ്രിഡൈസേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഷേപ്പിൽ മാറ്റമൊന്നും വരുന്നില്ല. വാലൻസ് ബോണ്ട് തിയറിയിൽ നമ്മൾ എന്താണോ ഷേപ്പ് പറഞ്ഞത് അത് തന്നെയാണ് ഹൈബ്രിഡൈസേഷനിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ ആകെ വ്യത്യാസം വന്നത് ഹൈബ്രിഡൈസേഷനിൽ സെൻട്രൽ ആറ്റം എന്ന് പറയുന്ന ആൾക്ക് അയാളുടെ ആറ്റോമിക് ഓർബിറ്റൽ ഉപയോഗിച്ച് സറൗണ്ട് ചെയ്യുന്ന ആറ്റങ്ങളുമായി നേരിട്ട് ഓവർലാപ്പ് ചെയ്യാം, അതുവഴി ബോണ്ട് ജനറേറ്റ് ചെയ്യാം എന്നാണ്. പക്ഷേ ഹൈബ്രിഡൈസേഷനിൽ വരുന്ന സമയത്ത് ബോണ്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് തന്നെ സെൻട്രൽ ആറ്റം ഹൈബ്രിഡൈസേഷൻ എന്നൊരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞതിന് ശേഷമേ ഓവർലാപ്പ് നടക്കൂ. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ ഇല്ലാതെ ഓവർലാപ്പ് നടന്നാൽ അത് VBTയിലേക്ക് പോവും. ഹൈബ്രിഡൈസേഷനിലൂടെ അത് ബോണ്ടിങ്ങിലേക്ക് വന്നാൽ, ഓവർലാപ്പിങ്ങിലേക്ക് വന്നാൽ അത് ഹൈബ്രിഡൈസേഷൻ എന്ന കൺസെപ്റ്റ് ആവും. SP is over. Now we have to check SP2. Example is BF3. Who is the central atom? Boron is the central atom. ബോറോണിന് കോൺഫിഗറേഷൻ 2s2 2p1 എന്നാണ്. വാലൻസ് ഷെൽ കോൺഫിഗറേഷൻ ഈസ് 2s2 2p1. ഫോർമുല അനുസരിച്ച് ബോറോണിന് എത്ര ബോണ്ട് ഫോം ചെയ്യാനുണ്ട്? ഫോർമുല അനുസരിച്ച് ബോറോണിന് 3 ഫ്ലൂറിനുമായി ബോണ്ട് ചെയ്യാനുണ്ട്. അതായത് 3 കോവാലൻ്റ് ബോണ്ട് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
In order to generate 3 covalent bonds, the boron should have 3 half-filled orbitals. But unfortunately, now boron has only 1 half-filled orbital. But it needs 3 half-filled orbitals. So, without any doubt, boron will excite this s electron to this p orbital. So, boron in excited state 2s1 and 2p2. These 3 orbitals undergo hybridization. 1 s orbital and 2 p orbitals. They can undergo hybridization to form 3 hybrid orbitals. Each of them have 1 electron. Since the hybrid orbitals are 3 in number, how they can be oriented? How they can be directed? They will direct towards the corners of a regular triangle. They have 1 electron each. As said earlier, you can write this small lobe also if you need, otherwise you can skip it. Here fluorine will come to bond. Fluorine come with its 2p orbital because configuration of fluorine is 2s2 2p5. So this is the half-filled orbital. So fluorine come with its p orbital, normal p orbital. Then you have to draw fluorine. And what is the shape? Shape is triagonal planar. This is also predicted by VBT in previous theory. This is the hybridization sp2. Now you check sp3. Example is CH4, that is methane. Central atom is carbon and hybridization is 2s2 2p2, 2s2 and 2p2. How many bonds they want to produce? They need 4 bonds. Since carbon is surrounded by 4 hydrogen atoms, they have to produce 4 bonds. But now carbon has only 2 half-filled orbitals. So carbon can decide for the excitation of its electron to p orbital, and from ground state carbon come to excited state as 2s1, and the third p orbital is also half-filled after getting excited from s orbital. Now these 4 orbitals undergo hybridization. Who will undergo hybridization? 1 s orbital and 2 p orbitals. S and 3 p orbitals. When they hybridized, you will get 4 hybrid orbitals. 1 2 3 4. 1 2 3 4. Since they are 4 in number, they can be oriented to the corners of a tetrahedron. And after this orientation of orbitals, carbon is waiting for hydrogen. Hydrogen will come with its 1s orbital for bonding, s orbital. അതുകൊണ്ട് നമ്മൾ സ്പെറിക്കൽ ഷേപ്പ് വരച്ചാൽ മതി. പക്ഷെ കഴിഞ്ഞ 2 കേസിൽ നമ്മൾ p ആണ് വരച്ചത്, ഇവിടെ അത് s ആണ്. ഇത് ആരുടെ s ആണ്? ഹൈഡ്രജൻ്റെ s ആണ്. ഹൈഡ്രജൻ.
So you will get tetrahedral shape. Okay. These are three important hybridization involving s and p only. sp hybridized orbitals. ഇതിൽ ക്രൈറ്റീരിയൻ പറയുന്ന സമയത്ത് എനർജി ഷുഡ് ബി അപ്രോക്സിമേറ്റ്ലി സെയിം എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം സിമ്മട്രി ഷുഡ് ബി സെയിം എന്ന് പറഞ്ഞിരുന്നു. സിമ്മട്രി ഷുഡ് ബി സെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നു പി എക്സ് ഓർബിറ്റൽ പി എക്സുമായിട്ട് തന്നെയാണ് ഹൈബ്രിഡൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പി വൈയോടാണ്. അത് ആക്ച്വലി എംഒ തിയറിയിലാണ് ഉള്ളത്. ഈ തിയറിയിൽ അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതില്ല. ഏത് പി ഓർബിറ്റലിനും ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാം എന്നാണ്. താങ്ക് യു.